എല്ലാവരും വിചാരിക്കുന്നത് AI വന്നതുകൊണ്ട് ജോബ്സ് ഒക്കെ നഷ്ടപ്പെടും എന്നതാണ്. പക്ഷെ സത്യം ഞാൻ പറഞ്ഞിരട്ടെ, AI വന്നതുകൊണ്ട് ആക്ച്വലി ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ് റോൾസ് ആണ് ക്രിയേറ്റ് ആവുന്നത്. പ്രോബ്ലംസ് AI അല്ല, AI യൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല എന്നതാണ്. എല്ലാ കമ്പനീസും ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടെക്നോളജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫ്സിനാണ്. ഇപ്പോൾ ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള 5 ജോബ് റോൾസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡാറ്റ അനലിസ്റ്റ്. AI ഡാറ്റ ജനറേറ്റ് ചെയ്യും, പക്ഷെ ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള ഡെസിഷൻ എങ്ങനെ എടുക്കണം, ഇത് ആക്ച്വലി ഒരു ഡാറ്റ അനലിസ്റ്റിന്റെ ജോബ് റോളാണ്. നെക്സ്റ്റ് ഇസ് AI പ്രോംപ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ. AI ടൂൾസ് എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷെ റൈറ്റ് ആയിട്ടുള്ള എങ്ങനെ പ്രോംപ്റ്റിംഗ് കൊടുക്കണം, അതുപോലെ ഈ AI ടൂൾസിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, അതറിയാവുന്നവർ വളരെയധികം കുറവാണ്. നെക്സ്റ്റ് ഇസ് UI UX. AI ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ ഒരു യൂസറിന്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കണം, അതിന്റെ ഇന്റർഫേസ് എങ്ങനെയായിരിക്കണം, ഒരു ഹ്യൂമന് എന്താണ് വേണ്ടത്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് UI UX ഡിസൈനേഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് ബിസിനസ് അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി. AI സജഷൻസ് തരും, പക്ഷെ ആ സജഷൻ അത് ഒരു നല്ലൊരു ഡിസിഷനിലേക്ക് എങ്ങനെ എത്തണം, അതിനൊരു ഹ്യൂമന്റെ സഹായം നമുക്ക് ഡെഫിനറ്റ്ലി വേണം. നെക്സ്റ്റ് ഇസ് അഡ്വാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പണ്ടത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റൈലൊക്കെ മാറി കേട്ടോ. ഈ SEO അതുപോലെ ഗൂഗിൾ ആഡ്സ് ഒക്കെ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് കോണ്ടന്റ് മാർക്കറ്റിംഗും അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ്ങും ഒക്കെയാണ്. നിങ്ങൾക്ക് 0 എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും. AI നിങ്ങൾ റീപ്ലേസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട. AI യൂസ് ചെയ്യാൻ പഠിക്കുക, കാരണം AI യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണ് ആക്ച്വലി നിങ്ങളുടെ ജോബ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്.